ആദരണീയരായ സാദാത്തുക്കൾ, ഉലമാക്കൾ, ഉമറാക്കൾ, മോമിനീങ്ങൾ, മോമിനാത്തുകൾ, അല്ലാഹു ജല്ല ജലാലുഹു ഈ മഹത്തായ പരിപാടി, ഇതിൻ്റെ എല്ലാമായ സംഘാടകൻ അബ്ദുൽ കരീം ഹാജി അവറുകളിൽ നിന്നും, അതുപോലെ ഇതിൻ്റെ സംഘാടന പ്രവർത്തനം നടത്തുന്ന നമ്മുടെ സുന്നത്ത് ജമാഅത്തിൻ്റെ സംഘടനാ പ്രവർത്തകരിൽ നിന്നും, ഇവിടെ പങ്കെടുത്തവരിൽ നിന്നും, എല്ലാ മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകളിൽ നിന്നും ഖബൂൽ ചെയ്യുമാറാകട്ടെ. സിറാജുൽ ഹുദയുടെ കലണ്ടർ വരുമ്പോൾ കിട്ടാത്തവരെല്ലാം ഓരോ കലണ്ടർ വാങ്ങണം. വാങ്ങിയാൽ പോരാ, ചുമരുമ്പോൾ കൊണ്ടുപോയി തൂക്കിയിടണം. അതൊരു വലിയൊരു ഖിദ്മത്താണ്, ഒരു ദീനിൻ്റെ പ്രവർത്തനത്തിലുള്ള പ്രചരണമാണ്. ഒരു മാസത്തിൽ സിറാജുൽ ഹുദക്ക് ഒരു മാസം 80 ലക്ഷം ഉറുപ്പികയോളം ചെലവിന് വേണം. 16,000-ഓളം കുട്ടികൾ പഠിക്കുന്ന സ്ഥാപനത്തിൽ എത്രയോ കുട്ടികൾ താമസിച്ച് പഠിക്കുന്നവർക്ക് ഭക്ഷണവും മറ്റ് സൗകര്യങ്ങളൊക്കെ കൊടുക്കണമല്ലോ. 1011 സ്റ്റാഫുകളുണ്ട്, അവർക്ക് ശമ്പളം കൊടുക്കണ്ടേ? അപ്പോൾ 80 ലക്ഷം ഉറുപ്പിക വേണം. നിങ്ങളൊക്കെ എത്ര കൊടുത്താലും കൂടിപ്പോവില്ല. ഒരു 100 ഉറുപ്പിയെങ്കിലും കൊടുത്താൽ സന്തോഷമായി. 50 കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. അതിനേക്കാളും കൂടുതൽ കൊടുത്താൽ നല്ല കൂലി പഠിച്ചുകൊണ്ടിരുന്ന് കിട്ടും. ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് പോകുന്നു. തിരക്കിട്ട് തീവണ്ടിക്ക് പോകേണ്ടതുണ്ട്. ഞാൻ നാട്ടിൽ നിന്ന് പോന്നിട്ട് 3-4 ദിവസമായി. ഇന്നലെയും ഞാൻ കാസർഗോഡ് ജില്ലയിലുണ്ട്, ഇന്ന് നേരം വെളുത്തതിൻ്റെ ശേഷം ഉണ്ട്. അതിലിടക്കൊന്ന് കർണാടകയിലും പോയിട്ടുണ്ട്. വരുന്നത് ആലപ്പുഴയിൽ നിന്നാണ്. അപ്പോൾ നാളെ ഒരുപാട് പരിപാടികളുണ്ട്. അവസാനം വൈകുന്നേരം കൊടകിലും എത്തേണ്ടതുണ്ട്, നാട്ടിലൊക്കെ പോയിട്ട്. അപ്പോൾ ഈ വണ്ടിക്ക് പോകണം, അതുകൊണ്ട് നീട്ടി സംസാരിക്കുന്നില്ല. നല്ല വാദമൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ട്, നല്ല സദസ്സിൽ നിങ്ങൾ പങ്കെടുത്തിട്ടുണ്ട്. അല്ലാഹു എല്ലാം ഖബൂൽ ചെയ്യുമാറാകട്ടെ. ബഹുമാനപ്പെട്ട താജുൽ ഉലമ സയ്യിദ് അബ്ദുറഹ്മാനുൽ ബുഖാരി തങ്ങൾ വലിയ 2 മഹത്വങ്ങളാണ്. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്താന പരമ്പരയിൽപ്പെട്ട ഒരു സയ്യിദാണ്. അത് നമുക്കൊന്നും പൈസയും കൊടുത്ത് വാങ്ങാൻ കഴിയുന്ന ഒരു സംഗതി അല്ലല്ലോ, ഒരാൾ വിചാരിച്ചാൽ കിട്ടുന്നതല്ലല്ലോ. അല്ലാഹു തന്നെ നബി തങ്ങളുടെ സന്താന പരമ്പരയിൽ ജനിപ്പിച്ചാലല്ലേ അത് കിട്ടുള്ളൂ. അതൊരു വലിയ മഹത്വമാണ്. രണ്ടാമത്തേത്, ഒരു മഹാപണ്ഡിതനാണ്, 1000കണക്കിന് ശിഷ്യന്മാരുള്ള വലിയ ആലിമാണ്. ഈ 2 വലിയ മഹത്വവും ഉള്ളതിൻ്റെ പുറമെ പരിശുദ്ധ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയ പ്രചരണ രംഗത്തും അതിൻ്റെ നിലനിൽപ്പിനും വേണ്ടി ശക്തമായി നിലകൊണ്ട ഒരു മഹാ വ്യക്തിത്വമാണ് ബഹുമാനപ്പെട്ട താജുൽ ഉലമ സയ്യിദ് അബ്ദുറഹ്മാനുൽ ബുഖാരി തങ്ങൾ. അല്ലാഹു തആല അവിടുത്തെ ദറജ വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ. ഇൽമ് എന്ന് പറയുന്നത് അത് വലിയ ഒരു സംഗതിയാണ്. ബഹുമാനപ്പെട്ട ഇമാം ഇബ്നു റസ്ലാൻ റളിയല്ലാഹു അൻഹു രചിച്ച ഒരു 1000-ത്തിലധികം വരുന്ന പദ്യങ്ങളുണ്ട്. അതിൽ വിശ്വാസപരമായ വിഷയങ്ങൾ, കർമ്മപരമായ വിഷയങ്ങൾ, അതുപോലെ ആത്മശുദ്ധീകരണത്തിന് ആവശ്യമുള്ള വിഷയങ്ങളൊക്കെ മഹാനവറുകൾ വിവരിക്കുന്ന ഒരു വലിയ ഒരു പദ്യശകലമാണ് സുബദ്. അതിൽ ബഹുമാനപ്പെട്ടവർ ഒരുപാട് വിഷയങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് ഇൻ സദ്ദഖൽ ഖൽബു വബിൽ അഅമാലി യകൂനു ദാ നഖ്സിൻ വദാ കമാലി. നമ്മുടെ മനസ്സുകൊണ്ട് ഉറപ്പിക്കലാണ് ഈമാൻ. എന്താണ് ഉറപ്പിക്കേണ്ടത്? അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമകൾ കൊണ്ടുവന്ന ആശയങ്ങളെല്ലാം വളരെ സത്യമാണ് എന്നത് മനസ്സുകൊണ്ട് ഉറപ്പിക്കണം. അതിനാണ് ഈമാൻ എന്ന് പറയുന്നത്. ഫലാ വറബ്ബിക ലാ യുമിനൂന ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും ثم لا يجدوا في أنفسهم حرجا مما قضيت
ويسلموا تسليما. ഖുർആനിലെ ഈ ആയത്ത് സത്യം ചെയ്തുകൊണ്ട് പഠിപ്പിക്കുന്ന ആശയം അതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന കാര്യങ്ങൾ വിശ്വസിക്കാത്തവന് അള്ളാഹുവിനെ സത്യം, അള്ളാഹുവിനെ മുൻനിർത്തി സത്യം ചെയ്ത് പറയാൻ ഫലാ വറബ്ബിക, അങ്ങയുടെ റബ്ബിനെ തന്നെയാണ് സത്യം, ലാ യുമിനൂൻ, മുഅ്മിനാവൂല. അപ്പൊ ഈമാനിന്റെ അടിത്തറ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കലും നബിതങ്ങൾ കൊണ്ടുവന്നത് പൂർണ്ണമായും അംഗീകരിക്കലും ആണ്. അങ്ങനെയുള്ള ആ ഈമാൻ അത് കൂടുകയും കുറയുകയും ചെയ്യും. ഇൻ സദ്ദഖൽ ഖൽബു ബിൽ അഅമാലി യകൂനു ദാ നഖ്സിൻ വദാ കമാലി. മനുഷ്യന്റെ പ്രവർത്തനം കൊണ്ട് ഈമാൻ ചുരുങ്ങുകയും പ്രവർത്തനം കൊണ്ട് വർദ്ധിക്കുകയും ചെയ്യും. എന്ന് പറഞ്ഞാൽ നല്ല നല്ല പ്രവർത്തനങ്ങൾ കൂടുതൽ ചെയ്യുന്നവൻ ഈമാൻ വർദ്ധിച്ചവനാണ്. മോശമായ പ്രവർത്തനങ്ങൾ ചെയ്യുന്നവൻ ഈമാൻ ചുരുങ്ങിപ്പോകുന്നവനാണ്. ഫകും മിനൽ ഈമാനി ഫീ മസീദി വഫീ സഫാഇൽ ഖൽബി ദഅത് തജ്ദീദി. അതിനാൽ ഈമാൻ വർദ്ധിക്കുന്നവരിൽ നിങ്ങൾ പെടണം, അതേപോലെ മനസ്സ് ക്ലിയറാകുന്ന കൂട്ടത്തിൽ പെടണം. അങ്ങനെ കൂടുതൽ കൂടുതൽ മനസ്സ് ശുദ്ധീകരിക്കണം, അതുപോലെ ഈമാൻ വർദ്ധിപ്പിക്കണം. അതെന്തുകൊണ്ടാണ് സാധിക്കുന്നത്? ബികസിറതി സ്വലാത്തി വത്താഅതി വതർക്കി മാലിൻ നഫ്സി മിൻ ശഹവാതി. നമ്മൾ കൃത്യമായി 5 വഖത്ത് നിസ്കരിക്കണം. പുരുഷന്മാർ കഴിയുന്നതും പള്ളിയിൽ പോയി നിസ്കരിക്കണം. സ്ത്രീകൾ അവരെ വീടുകളിൽ വെച്ച് കൃത്യമായി നിസ്കരിക്കണം. എന്തേ കാരണം? ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സമീപത്ത് വന്നിട്ട് 2 കണ്ണിനും കാഴ്ചയില്ല നബിയേ, കൈപിടിക്കാനാളില്ല നബിയേ, വരുന്ന വഴി വളരെ ദുർഘടമാണ് നബിയേ, വീട്ടിൽ വെച്ച് നിസ്കരിച്ചു കൊള്ളട്ടെ ഞാൻ. ഇബ്നു ഉമ്മി മക്തൂം റളിയല്ലാഹു അൻഹു സമ്മതം ചോദിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ സാഹചര്യം വളരെ പരുങ്ങലിലാണ്. അത് കണക്കിലെടുത്ത് സമ്മതം കൊടുത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും തിരിച്ചു വിളിച്ചിട്ട് പള്ളിയിൽ ബാങ്ക് കേൾക്കുമെങ്കിൽ പള്ളിയിൽ വന്നേ പറ്റൂ. ലാ സലാത്ത ലിജാരിൽ മസ്ജിദി ഇല്ലാ ഫിൽ മസ്ജിദി. പള്ളിയിൽ നിന്നല്ലാതെ പള്ളിയുടെ തൊട്ടടുത്തുള്ളവർക്ക് പരിപൂർണ നിസ്കാരമില്ല. അത്ര ഗൗരവമുണ്ട് ജമാഅത്തിന് പങ്കെടുക്കുന്ന വിഷയം. പുരുഷന്മാർ ജമാഅത്തിന് പങ്കെടുക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നുകൂടി പറഞ്ഞു, നല്ല വിറക് കെട്ടിക്കൊണ്ടുവരാൻ വേണ്ടി ചെറുപ്പക്കാരെ ഏൽപ്പിച്ചിട്ട് ആ വിറകും കെട്ടുമായിട്ട് ചെറുപ്പക്കാരെ, യുവാക്കളെ എൻ്റെ കൂടെ കൂട്ടിയിട്ട് പള്ളിയിൽ ബാങ്ക് കൊടുത്തിട്ട് ഇഖാമത്ത് കൊടുക്കുമ്പോൾ അതിനൊക്കെ ആളെ നിശ്ചയിച്ച്, ഇമാമത്തിക്കാനൊക്കെ ആളെ നിശ്ചയിച്ച്, ഞാൻ ഇറങ്ങിപ്പോയിട്ട് പള്ളിയിലേക്ക് വരാതെ വീടുകളിൽ കഴിയുന്ന പുരുഷന്മാരുടെ വീടുകൾ വിറകിന്റെ കെട്ടുവെച്ചിട്ട് അവരെ വീടൊക്കെ കരിച്ചു കളയാം എന്ന് ഞാൻ കരുതിപ്പോയി എന്ന് പറഞ്ഞു. പിന്നെ അങ്ങനെ ചെയ്യാത്തത് എന്തുകൊണ്ടാണ്? ചെയ്യാത്തത് അവിടെ പള്ളിയിൽ പോകേണ്ടതില്ലാത്ത സ്ത്രീകളുണ്ട്, ചിലപ്പോൾ രോഗമായി കിടക്കുന്ന വയസ്സന്മാരുണ്ടാവും, ചെറിയ കുട്ടികളുണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ അത് ചെയ്യാത്തത് എന്ന് പറഞ്ഞു. എന്തിനാണ് ഞാനിത് പറഞ്ഞത്? നമ്മളെ വീട്ടിൽ നമ്മൾ താമസിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ തീ കൊടുക്കാൻ വിചാരിച്ച വീട്ടിലല്ലല്ലോ നമ്മൾ ജീവിക്കേണ്ടത്. അതുകൊണ്ട് പള്ളിയിൽ ജമാഅത്തിന് പോകണം പുരുഷന്മാർ. അതേ സമയത്ത് അതേ നബി തങ്ങൾ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ,
നിങ്ങളോട് പറഞ്ഞതെന്താണ്? ഉമ്മു ഹുമൈദിൻ സാഇദി റളിയല്ലാഹു അൻഹാ സഹാബിയത്തായ വനിതയാണ്. മഹദി പോയിട്ട് ഞങ്ങൾക്കും അങ്ങയുടെ കൂടെ പള്ളിയിൽ വന്ന് നിസ്കരിക്കാൻ താല്പര്യമുണ്ട് നബിയെ എന്ന് പറഞ്ഞപ്പോൾ സമ്മതം കൊടുത്തില്ല. നിന്റെ വീട്ടിൻ്റെ ഉള്ളിൽ വെച്ച് നിസ്കരിക്കുന്നതാണ് ഖൈറ് എന്ന് പഠിപ്പിച്ചു. അതുകൊണ്ട് തന്നെ അതാ ഫമാ അലിംതു മിൻഹുന്ന ഇംറാഅതൻ ഖറജത് ഇലാ ശുഹൂദി ജുമുഅത്തിൻ വലാ ഇലാ ജമാഅത്തിൻ ഗൈരിഹാ ഫീ ലൈലിൻ വലാ നഹാർ. നബി തങ്ങളെ വീട്ടിൽ നിന്നൊരൊറ്റ പെൺകുട്ടിയും ഒരൊറ്റ ഭാര്യയും പെൺമക്കളും ജുമുഅ ജമാഅത്തിന് വേണ്ടി പള്ളിയിലേക്ക് പോയില്ല. അവര് കടക്കുന്ന സ്വർഗത്തിലാണ് നമ്മുടെ ഉമ്മമാര് കടക്കേണ്ടത്. അവിടെയാണ് നമ്മുടെ പെങ്ങന്മാർക്ക് സീറ്റ് കിട്ടേണ്ടത്. അവിടെയാണ് നമ്മുടെ ഭാര്യമാരെത്തിച്ചേരേണ്ടത്. അതുകൊണ്ടാണ് മഹാനായ താജുൽ ഉലമാ അവിടുത്തെ പെൺമക്കളെ പള്ളിയിലേക്ക് അയച്ചില്ല. ഉമ്മയോട് പള്ളിയിൽ പോകാൻ പറഞ്ഞില്ല, അതേ പെങ്ങന്മാരോട് പറഞ്ഞില്ല, അതുപോലെ ഒരു ആലിമും പറഞ്ഞില്ല. കാരണം ഹബീബ് നബി തങ്ങൾ വീട്ടിൽ നിന്ന് നിസ്കരിക്കലാണ് ഖൈറ് എന്ന് പറയുമ്പോൾ അത് കൈയൊഴിക്കുന്നതിനൊരു ന്യായവുമില്ലല്ലോ. അത് ധിക്കാരമല്ലേ? അതാണ് ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു അവിടുത്തെ ഇഖ്തിലാഫുൽ ഹദീസ് എന്ന കിതാബിൽ പറഞ്ഞു, ഒരൊറ്റ പെണ്ണും അല്ലാഹുവിന്റെ റസൂലിന്റെ വീട്ടിൽ നിന്ന് ജുമുഅ ജമാഅത്തിന് പോയത് ഞാൻ ഒട്ടാകെ പരിശോധിച്ചിട്ട് കാണുന്നില്ല. വലൗ കാന ലഹുന്ന ഫീ ദാലിക ഫദ്ലുൻ, എന്തെങ്കിലും ഒരു ഗുണം സ്ത്രീകൾ പള്ളിയിൽ ജുമുഅ ജമാഅത്തിന് പോകുന്നതിനുണ്ടായിരുന്നുവെങ്കിൽ ലഅമറൂഹുന്ന ബിഹി വലഅദിനൂ ലഹുന്ന ഫീഹി. നബി തങ്ങളും സഹാബികളും അതിന് കൽപ്പിക്കുമായിരുന്നു. പോകട്ടെ, സമ്മതം ചോദിക്കുമ്പോൾ സമ്മതം കൊടുക്കുമായിരുന്നു. കൊടുത്തിട്ടില്ല, കൽപ്പിച്ചിട്ടില്ല. ഒരു ഗുണവും സ്ത്രീ പള്ളിയിലേക്ക് ജുമുഅ ജമാഅത്തിന് പോകുന്നതിനില്ല. അത് വിവരമുള്ള മഹാനായ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞതാ. വിവരമില്ലാത്തവരുണ്ട് ലോകത്ത്. അവർ ചിലപ്പോൾ പെണ്ണുങ്ങളെ പിടിച്ച് പള്ളി കൊണ്ടുവന്നു. അറിവില്ലാത്തത് കൊണ്ടാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, 5 വഖ്ത് കൃത്യമായി ജമാഅത്തായി നിസ്കരിക്കണം. അതിൻ്റെ പുറമേ സുന്നത്തുകൾ എടുക്കണം. സുന്നത്ത് നിസ്കാരം വലിയ പവറാണ്. ളുഹറിന് മുമ്പ് ഒരു 4 റകഅത്ത് സുന്നത്ത് നിസ്കരിച്ചാൽ നബി തങ്ങൾ പറയുന്നു, ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന മൻ സല്ലാ ഖബ്ല ളുഹ്രി 4. ഒരു 4 റകഅത്ത് ളുഹറിന് മുമ്പ് സുന്നത്ത് നിസ്കരിച്ചാൽ സ്വർഗത്തിൽ അല്ലാഹു ഒരു വീട് പണിതു കൊടുക്കും. നമ്മൾ സാധാരണ കേൾക്കുന്നൊരു ഹദീസാണ്, അള്ളാന്റെ പൊരുത്തത്തിന് വേണ്ടി പള്ളി പണിതാൽ അള്ളാഹു സ്വർഗത്തിൽ വീട് കൊടുക്കും. അതേ റസൂലുള്ളാഹി തന്നെ പറഞ്ഞതാ, ദുഹറിന് മുമ്പ് 4 റകഅത്ത് സുന്നത്ത് നിസ്കരിച്ചാൽ അള്ളാഹു സ്വർഗത്തിൽ ഒരു വീട് തരും. സുഹൃത്തുക്കളെ, വഅദ് പറയുന്നത് എന്തിനാണ്? അത് നമ്മളെ ദീനിന്റെ ആശയങ്ങൾ പഠിപ്പിക്കാനാണ്, അറിയാനാണ്. അള്ളാഹുവേ, അതനുസരിച്ച് ജീവിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് തരണം അല്ലാഹ്. മഹാനായ താജുൽ ഉലമാ മഹാനവറുകൾക്ക് വർഷങ്ങളോളം ഖിദ്മത്തെടുത്ത അബ്ദുൽ കരീം ഹാജിയെയാണ് ഇവിടെ ആദരിച്ചത്. അള്ളാഹു അദ്ദേഹത്തിന് ധാരാളം ഖൈർ നൽകട്ടെ. അതൊരു വലിയ ഭാഗ്യമല്ലേ? നമ്മുടെ മദനിയം സഖാഫി നേരത്തെ അള്ളാഹുവിൻ്റെ റസൂലിന് ഖിദ്മത്തെടുത്ത അനസ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറഞ്ഞില്ലേ? അത് വലിയ ഭാഗ്യമല്ലേ? അബ്ദുൽ കരീം ഹാജിയോട് നിങ്ങൾ ചോദിച്ചു നോക്ക്. അൽഹംദുലില്ലാഹ്, തങ്ങളവറുകൾ അവിടുത്തെ റൂമിൻ്റെ പുറത്ത് അവിടെ കസേരയിൽ ഇരുന്നിട്ട് അതിൻ്റെ തൊട്ടടുത്ത കടയിൽ വെച്ച് ഇങ്ങനെ കേസറ്റ് വിൽക്കും.
അവർ കേസറ്റ് ഇങ്ങനെ തുറന്നു വെച്ചിട്ടുണ്ടാവും. ആ കേസറ്റ് തങ്ങളവറുകൾ കേൾക്കാറുണ്ട്. നിങ്ങൾ കരീമാജോട് ചോദിച്ചു. ആ കേസറ്റ് ഇങ്ങനെ വയലിൻ്റെ കേസറ്റ് കേൾക്കും. വിവരമില്ലാഞ്ഞിട്ടാ? അല്ല, തങ്ങളവറുകളുടെ ശിഷ്യന്റെ ശിഷ്യനാണ് ഞാൻ. പക്ഷേ വയല് കേൾക്കുക എന്നതൊരു വലിയ അമലാണ്. ചിലപ്പോൾ വലിയ സ്നേഹം, ഒരു പാപ്പയുടെ സ്നേഹം എനിക്ക് തന്നിരുന്നു. എൻ്റെ പ്രസംഗത്തിൽ വല്ല തെറ്റുമുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കാനും ആകാമാ കേട്ടിരുന്നത്. ധാരാളം വയല് കേൾക്കാറുണ്ടായിരുന്നു. വടകര മുഹമ്മദാജി തങ്ങൾ പലപ്പോഴും എൻ്റെ കേസറ്റ് കേൾക്കാറുണ്ടായിരുന്നു. ഞാനിതെൻ്റെ ബഹുമാനം പറയല്ല, പറഞ്ഞത് എന്തിനാണെന്നറിയോ? ഇൽമ് കേൾക്കുക എന്നത് വലിയ ഒരു അമലാണ്. എന്നാൽ അതനുസരിച്ച് പ്രവർത്തിക്കാനും കൂടി കഴിഞ്ഞാൽ അത് വലിയ അമലാണ്. തൃശ്ശൂർ ജില്ലയിൽ ഒരു ക്ലാസ് എടുക്കാൻ പോയി. കുറേ കൊല്ലം മുമ്പാ. ക്ലാസ് കഴിഞ്ഞ് ഞാനിങ്ങ് പോന്നു. SYSന്റെ ക്ലാസ്സാണ്. അന്ന് മുസ്ലിം ജമാഅത്ത് ഉണ്ടാക്കിയിട്ടില്ല. കുറേ ദിവസം കഴിഞ്ഞ് തൃശ്ശൂർ ജില്ലയിൽ വാണാനപ്പള്ളി ഒരു പ്രസംഗത്തിന് പോയി. പ്രസംഗം കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ഒരാൾ ഒരു വലിയ സംഖ്യ, 10,000 15,000 എനിക്ക് ഓർമ്മയില്ല, സിറാജുലുദിലേക്ക് നേർച്ചയാണെന്ന് പറഞ്ഞ് തന്നു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ഇന്നാൾ ക്ലാസ് എടുത്തപ്പോൾ നിങ്ങൾ ആ ക്ലാസ് പറഞ്ഞിരുന്നു നരകത്തിൽ നിന്ന് മോചനം കിട്ടാനൊരു സംഗതി, അതിൻ്റെ കൂടെ നിഫാഖിൽ നിന്ന് മോചനം കിട്ടാനൊരു സംഗതി, അതായത് ഈമാനോടെ മരിക്കും, നരകത്ത് കടക്കൂല, അതിന് ഒരു സംഗതി പറഞ്ഞു നിങ്ങൾ. ഞാൻ എൻ്റെ വകയിൽ പറഞ്ഞല്ല, ഫത്ഹുൽ മുഈനിലുള്ളതാണ്. ബറാഅത്തും മിനൻ നാരി വബറാഅത്തും മിനൻ നിഫാഖ്. എന്താ വേണ്ടത്? 40 ദിവസം ജമാഅത്തായിട്ട് നിസ്കരിക്കുക. ആ 40 ദിവസവും ഇമാമ് നിസ്കാരത്തിന് തക്ബീർ ചൊല്ലുമ്പോൾ അവിടെ ഉണ്ടാകുക, സഫിൽ ഉണ്ടാകുക. അങ്ങനെ 40 ദിവസം 5 നേരത്തെ ജമാഅത്ത് അങ്ങനെ നിർവഹിച്ചാൽ അവൻ ഈമാനോടെ മരിക്കും, നരകം തൊടൂല. അവനത് രേഖപ്പെടുത്തും. ഫത്ഹുൽ മുഈനിലുള്ള വിഷയം ഞാൻ ക്ലാസ് പറഞ്ഞിരുന്നു. എന്തിനാ SYS പ്രവർത്തിക്കുന്നത്? എന്തിനാ മുസ്ലിം ജമാഅത്ത് പ്രവർത്തിക്കുന്നത്? എന്തിനാ SSF പ്രവർത്തിക്കുന്നത്? കുറേ ആളുകളെ ചീത്ത പറയാനൊന്നുമല്ല, കുറ്റം പറയാനല്ല. നമ്മളെ സംഘടന അതിനുള്ള ഒന്നുമല്ല. നമ്മളെ സംഘടന സ്വർഗത്ത് കടക്കാനുള്ളതാ. അപ്പോൾ ആ SYSന്റെ ക്യാമ്പിൽ സ്വർഗത്ത് കിടക്കാനുള്ള വഴി എന്ന നിലക്ക് ഞാൻ പറഞ്ഞത് കേട്ടിരുന്നു. അദ്ദേഹം പറയാണ്, അപ്പൊ അതിന് അള്ളാഹു ഒരു തൗഫീഖ് തരണ്ടേ? അതിനു വേണ്ടി ഞാൻ സിറാജുലുദിലേക്ക് നേർച്ചയാക്കി. എനിക്ക് ആ തൗഫീഖ് കിട്ടാൻ വേണ്ടി ആ 40 ദിവസം ഞാൻ പൂർത്തിയാക്കി എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം 10,000 15,000 തന്നെന്ന് എനിക്ക് ഓർമ്മയില്ല. അദ്ദേഹം വലിയ സംഖ്യ തന്നു. വഅദ് പറയുന്നത്, ക്ലാസ് എടുക്കുന്നത് ജീവിതത്തിൽ പകർത്താനാണ്. ബികഥറതി സലാത്തി വതാഅതി. സുന്നത്ത് നിസ്കാരം വർദ്ധിപ്പിക്കണം, അതുപോലെ നബി തങ്ങളുടെ പേരുള്ള സലാത്ത് വർദ്ധിപ്പിക്കണം. വതാഅതി, അതുപോലെ ഫർളും സുന്നത്തുമായ നോമ്പെടുക്കണം. ഫർളും സുന്നത്തുമായ ഉംറയും ഹജ്ജുമൊക്കെ കഴിവനുസരിച്ച് ചെയ്യണം. അതുപോലെ സകാത്ത് നിർബന്ധമാണ്, അത് കൃത്യമായി കൊടുക്കണം. സദഖ കൊടുക്കൽ വലിയ പുണ്യമാണ്, രോഗം മാറുന്നതാണ്, ദോഷം പൊറുക്കപ്പെടുന്നതാണ്, അതേ മുസീബത്ത് തടുക്കപ്പെടുന്നതാണ്. സദഖയുടെ ഫലങ്ങളുണ്ടോ പറഞ്ഞാൽ തീരുന്നു. ഒരുപാട് ഫലങ്ങളല്ലേ സദഖക്ക്. ധാരാളം സദഖ ചെയ്യണം. ബികഥിറതി സ്വലാത്തി വത്താഅതി. എന്നാൽ അന്നൽ ഇസ്തിഖാല ബിൽ ഇൽമി മിൻ അഫ്ളലി ത്വാഅത്ത്, ത്വാഅത്തുകളിൽ പുണ്യകർമ്മങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ളതാണ് ഇൽമുമായി ജോലിയാകൽ. ഓ മുതഅല്ലിമീങ്ങളെ, പഠിക്കുന്ന വിദ്യാർത്ഥികളെ, അത് വലിയ പുണ്യകർമ്മമാണ് പഠിക്കുക എന്നത്. പഠിച്ചത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക എന്നതും വലിയ പുണ്യകർമ്മമാണ്. അതേ ഇൽം അന്നൽ ഇസ്തിഗാല ബിൽ ഇൽമി മിൻ അഫ്ളലി ത്വാഅത്ത് വഅൗലാ മാ ഉൻഫിഖത് ഫീഹി നഫായിസുൽ ഔഖാത്ത്. വില കൊടുത്ത് വാങ്ങാൻ കഴിയാത്തതാണ് നമ്മുടെ ആയുസ്, സമയം.
ആ സമയം ചെലവഴിക്കുന്നതിലേറ്റവും നല്ലതിൽപ്പെട്ടതാണ് അതേ ഇൽമു കൊണ്ട് ജോലിയാകൽ. വഅളിന്റെ സദസ്സുകൾ, ഇൽമിന്റെ സദസ്സുകൾ വലിയ പുണ്യ സദസ്സ് തന്നെ. വതരിക്കി മാലിൻ നഫ്സി മിൻ ശഹവാതി, അതിൻ്റെ പുറമെ നമ്മുടെ ശരീരത്തിന് ചില ചാപല്യങ്ങളുണ്ട്, ശരീരത്തിന് ചില ഇച്ഛകളുണ്ട്. അത് കൈയൊഴിക്കാൻ നമുക്ക് സാധിക്കണം. സ്വന്തം ഭാര്യയുമായി ബന്ധപ്പെട്ടുകൊണ്ടല്ലാതെ ലൈംഗിക സ്വാതനം നടത്താൻ പാടില്ല. അന്യപെണ്ണിനെ ചാറ്റ് ചെയ്യാൻ പാടില്ല, അന്യപെണ്ണിനെ നോക്കാൻ പാടില്ല, അന്യപെണ്ണുമായി ഇടകലർന്ന് കണ്ടും തൊട്ടും ജീവിക്കാൻ പാടില്ല. താടിയും മീശയും മുളക്കാത്ത ഭംഗിയുള്ള ആൺകുട്ടികൾ അവരെ കൈപിടിച്ച് മുസാഫഹത്ത് ചെയ്യാൻ പാടില്ല. മറയില്ലാതെ അവരെ ശരീരം തൊടാൻ പാടില്ല. വികാരത്തോടെയാണെങ്കിൽ അവരെ മുഖത്തേക്ക് തന്നെ നോക്കാൻ പാടില്ല. സ്ത്രീകളെ പോലെ തന്നെയാണ്. അതേ, നമ്മുടെ ശരീരത്തിന്റെ ചാപല്യങ്ങൾക്ക് അടിമപ്പെട്ട് ജീവിക്കരുത്. സുബ്ഹാനല്ലാഹ്, വേണ്ടാത്ത വാദ്യമേളങ്ങളോ. മക്കളെ, കുറച്ച് കഴിഞ്ഞിട്ട് കൊടുക്കാം കേട്ടോ, കുറച്ച് കഴിഞ്ഞിട്ട് കൊടുക്കാം. ഇപ്പൊ കൊടുത്ത എല്ലാവരും വായിക്കും, അപ്പൊ എൻ്റെ പ്രസംഗം കേൾക്കൂല. അതേപോലെ തന്നെ നമ്മുടെ ശഹ്വത്തിന് വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കാൻ പാടില്ല. ചെറുപ്പക്കാരനായ ഒരാൾ സിനിമക്ക് പോകുമ്പോൾ നമ്മളും അവൻ്റെ കൂടെ പോകാൻ പാടില്ല. വേറെ ഒരു ചെറുപ്പക്കാരൻ അതാ ലഹരിയുടെ പിന്നാലെ പോകുമ്പോ, മദ്യപിക്കാൻ പോകുമ്പോ നമ്മളും പോകാൻ പാടില്ല. ലഹരി ഉപയോഗിച്ചാൽ അല്ലാഹു തആല അവനെ തീനത്തുൽ ഖബാൽ കുടിപ്പിക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. എന്താണതെന്ന് ചോദിക്കുമ്പോ പറഞ്ഞ മറുപടി എന്താണ്? അറഖു അഹ്ലിന്നാർ ഔ സാറതു അഹ്ലിന്നാർ, നരകത്തിലെ തീയിന്റെ ചൂടുകൊണ്ട് അബൂജഹലിന്റെ ശരീരം പഴുക്കുന്നു, ഫിറഔനിന്റെ ശരീരം പഴുക്കുന്നു. അങ്ങനെ ശരീരം പഴുത്തിട്ട് ചലമിങ്ങനെ ഒലിക്കുന്നു, നീരൊലിക്കുന്നു. അതിന്റെ പേരാണ് തീനത്തുൽ ഖബാൽ. ലഹരി കുടിക്കുന്നവനെ അല്ലാഹു അത് കുടിപ്പിക്കാതിരിക്കൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, നമുക്ക് മറ്റുള്ളവർ ചെയ്യുന്നത് കണ്ട് എന്തും ചെയ്യാൻ പറ്റൂല. നമ്മൾ മുസ്ലിമീങ്ങൾ അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ച ദീനനുസരിച്ച് ജീവിക്കണം. ശരീരത്തിന്റെ ചാപല്യങ്ങൾ ഒഴിവാക്കണം. ഇതുപോലെ പണം സമ്പാദിക്കുമ്പോ ഹലാലായ വഴിയിലൂടെ അല്ലാതെ ഒരു നയാകാശം നമുക്ക് സമ്പാദിച്ചുകൂടാ. ഗീബത്തും നമീമത്തും ഫിത്നയും ഫസാദും കളവും പറയൽ പലർക്കും ഒരു ഹോബിയാണ്. നമുക്കങ്ങനെ കള്ളം പറഞ്ഞുകൂടാ, മറ്റൊരാളെ കുറ്റവും കുറവും പറഞ്ഞുകൂടാ, ഏഷണി പറഞ്ഞുകൂടാ, ഭീഷണിപ്പെടുത്തിക്കൂടാ. അല്ലാഹു പൊരുത്തപ്പെടുന്നതല്ലാതെ അവൻ തന്ന നാവ് കൊണ്ട് സംസാരിച്ചുകൂടാ. അവൻ പൊരുത്തപ്പെടുന്നതല്ലാതെ അവൻ തന്ന ബ്രെയിന് കൊണ്ട് ചിന്തിച്ചുകൂടാ. അവൻ പൊരുത്തപ്പെടുന്നതല്ലാതെ കൈകൊണ്ട് സ്പർശിച്ചുകൂടാ. അവൻ പൊരുത്തപ്പെടുന്നതിലേക്കല്ലാതെ നമുക്ക് നടന്നു പോയിക്കൂടാ. അവൻ പൊരുത്തപ്പെടുന്ന സദസ്സിലല്ലാതെ പങ്കെടുത്തുകൂടാ. എല്ലാ വിഷയങ്ങൾക്കും ഇസ്ലാമിൽ നിയമങ്ങളുണ്ട്. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചില്ലേ? ഇദാ റഅയ്തല്ലദീന യഖൂലൂന ഫീ ആയാതിനാ ഫഅരിദ് അൻഹും ഹത്താ യഖൂലൂ ഫീ ഹദീസിൻ ഗൈരി. സുന്നത്ത് ജമാഅത്തുകാരല്ലാത്തവരുടെ ഒരു സദസ്സ് നിങ്ങൾ കണ്ടാൽ, ഖുർആൻ ദുർവ്യാഖ്യാനം ചെയ്യുന്നവരെ കണ്ടാൽ, നിങ്ങൾ അവരെ കൂടെ ഇരുന്നു പോകല്ലേ, അവിടുന്ന് തിരിഞ്ഞു കളയണം. തെറ്റ് ചെയ്യുന്ന ആളുകളെ കൂടെ ഓർമ്മ വന്നാൽ, പിശാച് നിന്നെ മറപ്പിച്ചിട്ട് അത്തരമൊരു സദസ്സിൽ പെട്ടുപോയ നീ ഓർമ്മ വന്നാൽ ഒരു മിനിറ്റും പിന്നെ അവിടെ ഇരുന്നുകൂടാ. ഖുർആൻ. ചിലർ ചോദിക്കും, മുജാഹിദിന്റെ സദസ്സ് പങ്കെടുത്താൽ എന്താ?
ജമാഅത്ത് ഇസ്ലാമിന്റെ സദസ്സ് പങ്കെടുത്താൽ എന്താ, തബ്ലീഗ് ജമാഅത്തിന്റെ പന്തലിൽ പോയാൽ എന്താ, ഇങ്ങനെയൊക്കെ ചിലർ ചിന്തിക്കും. പക്ഷേ അല്ലാഹുവിന്റെ ഖുർആൻ സുന്നത്ത് ജമാഅത്തിന്റെ സദസ്സിലല്ലാതെ പങ്കെടുക്കരുത് എന്നത് കൃത്യമായി പറയുന്നു. നമുക്ക് ഏത് കാര്യത്തിനും അല്ലാഹുവിന്റെ വെള്ളം കുടിച്ച് ജീവിക്കുമ്പോ, പടച്ചവന്റെ ഓക്സിജൻ ശ്വസിച്ച് ജീവിക്കുമ്പോ, അവൻ തന്ന ബ്രെയിന് കൊണ്ട് ചിന്തിക്കുമ്പോ, അവൻ തന്ന ഹാർട്ട് വർക്ക് ചെയ്യുമ്പോ, അവൻ തന്ന കിഡ്നി വർക്ക് ചെയ്യുമ്പോ, അവൻ തന്ന കരല് വർക്ക് ചെയ്യുമ്പോ, അവൻ തന്ന അവയവങ്ങൾ വർക്ക് ചെയ്യുമ്പോ, അവന്റെ ഭൂമിയിൽ ജീവിക്കുമ്പോ, അവന്റെ സൂര്യന്റെ വെളിച്ചവും ചന്ദ്രന്റെ നന്മകളും ഒക്കെ അനുഭവിക്കുമ്പോ, അവൻ തന്ന വെള്ളം കുടിച്ച് ഭക്ഷണം കഴിച്ച് അവന്റെ ഓക്സിജൻ ശ്വസിച്ച് ജീവിക്കുമ്പോ, ആ റബ്ബിന്റെ കൽപ്പന അനുസരിച്ച് ജീവിച്ചോളണം. അതാണ് ഈമാനുള്ളവൻ ചെയ്യേണ്ടത്. തടീച്ചക്കനുസരിച്ച് ഇഷ്ടം പോലെ ചെയ്യാൻ പറ്റൂല. ഫസഹുവത്തുൻ നഫ്സി മഅദ്ദുനൂബി മുജീബതാനി ഖസ്വതൽ ഖുലൂബി. നീ അതിന് തയ്യാറാകാതെ നിന്റെ ഇഷ്ടമനുസരിച്ച് തെറ്റുകളുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നുവെങ്കിൽ നിന്റെ മനസ്സ് ഉറച്ചു പോകും കേട്ടോ. വഇന്ന മിൻ അബ്അദി ഖുലൂബിന്നാസി മിർ റബ്ബിനർ റഹീം ഖൽബുൻ ഖാസി. ഏറ്റവും വലിയ മനസ്സ് ഉറച്ചു പോയവനുണ്ടല്ലോ, അവൻ അല്ലാഹുവിന്റെ റഹ്മത്തിൽ നിന്ന്, റബ്ബിൽ നിന്ന് ഏറ്റവും അകന്നു പോയവൻ. അതാ തടീച്ചക്കനുസരിച്ച് ജീവിക്കുന്നു, മനസ്സ് ഉറച്ചു പോകുന്നു, അവനാണ് കേട്ടോ. അതുകൊണ്ട് പറയാനുള്ളത് എന്താണ്? താജുൽ ഉലമയുടെ പ്രത്യേകതയല്ലേ നമ്മൾ പറഞ്ഞു തുടങ്ങിയത്? വസായിറുൽ അഅമാലി ലാ തുഖല്ലസു ഇല്ലാ മഅൻ നിയ്യതി ഹൈസു തുഖല്ലസു. ഏത് കാര്യം പ്രവർത്തിക്കുമ്പോഴും അതിന് നല്ല നിയ്യത്ത് വേണം. ആ നല്ല നിയ്യത്ത് അല്ലാഹുവിൻ്റെ പൊരുത്തം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടാകണം. ഞാൻ നിങ്ങളോട് പ്രസംഗിക്കുന്നത്, നിങ്ങൾ കേൾക്കുന്നത്, നമ്മൾ ഏത് പ്രവൃത്തി ചെയ്യുന്നതും അല്ലാഹുവിൻ്റെ പൊരുത്തം ലക്ഷ്യം വെച്ചുകൊണ്ടായിരിക്കണം. ഇൻഷാ അല്ലാഹ് നമ്മുടെ കുട്ടികളൊരു ബക്കറ്റും കൊണ്ടുവരും. മൊഗ്രാൽ പുത്തൂർ സർക്കിള് സുന്നത്ത് ജമാഅത്തിൻ്റെ പ്രവർത്തനത്തിന് വേണ്ടിയുള്ള ഫണ്ട് സ്വീകരിക്കാനാണ്. എല്ലാവരും കഴിയുന്ന സഹായം ചെയ്തു കൊടുക്കണം. ഓ സുഹൃത്തുക്കളെ, ഇരിക്കട്ടെ. മഹാനവറുകൾ ശേഷം പിന്നെയും ചൊല്ലാണ് ഫസഹിഹിൻ നിയ്യത ഖബ്ലൽ അമലി വതി ബിഹാ മഖ്റൂനതൻ ബിൽ അവ്വലി. ഏത് പ്രവൃത്തി ചെയ്യുമ്പോഴും നിയ്യത്ത് നല്ലതായിരിക്കണം, അല്ലാഹുവിൻ്റെ പൊരുത്തത്തിന് വേണ്ടി ആയിരിക്കണം. വേറെ ലക്ഷ്യം പറ്റൂല. തുടക്കത്തിൽ തന്നെ നിയ്യത്ത് നന്നാകണം. വഇൻ തുദിം ഹത്താ ബലഗ്ത ആഖിറ ഉസ്ത സവാബ കാമിലൻ ഫിൽ ആഖിറ. തുടക്കം മുതൽ അവസാനം വരെ നിയ്യത്ത് നല്ലതാണോ, ആഖിറത്തിൽ വലിയ പ്രതിഫലം വാരിക്കൂട്ടാം. സുഹൃത്തുക്കളെ, നിങ്ങൾ കേട്ടിട്ടുണ്ടോ? താജുൽ ഉലമയുടെ ഉസ്താദിന്റെ ഉസ്താദ് മഹാനായ ശംസുൽ ഉലമാ ഖുതുബി മുഹമ്മദ് മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പല സമ്മേളനങ്ങളിലും അധ്യക്ഷനായി നിന്ന ആളാണ്. ആ മഹാനായ ശംസുൽ ഉലമാ ഖുതുബി മുഹമ്മദ് മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദ വയനാട്ടിൽ ഒരു പള്ളി ഉദ്ഘാടനത്തിന് ക്ഷണിച്ചു കൂട്ടിക്കൊണ്ടുപോയി. വലിയൊരു മുതലാളി ബാപ്പാന്റെ പേരിൽ നിർമ്മിച്ച പള്ളിയാണ്. സുബ്ഹാനല്ലാഹ്, അവിടെ അതാ സ്വാഗതം പറയാൻ നിൽക്കുന്നു ഒരാള്. അദ്ദേഹം സുബ്ഹാനല്ലാഹ് പിന്നീട് നൂർഷാ തരീഖത്തിൽ പോയ കുട്ടിയസനാജിയാണ്. അദ്ദേഹം സ്വാഗതത്തിൽ ഇങ്ങനെ പറയാണ്, പള്ളിയെടുത്ത ആളെ ബഹുമാനം ഇങ്ങനെ പറയാണ്. അപ്പൊ ശംസുൽ ഉലമാ ഖുതുബി തങ്ങൾ പറഞ്ഞു, നിർത്തൂ അവിടെ പ്രസംഗം. നീ അദ്ദേഹത്തിന്റെ മുന്നിൽ നിന്ന് പള്ളിയെടുത്ത എൻ്റെ ബഹുമാനം ഇങ്ങനെ പറഞ്ഞാല് അയാളെ മനസ്സിൽ ഇങ്ങനെ കിബിറ് കൂടിയാൽ, ഈ മുതലാളിയുടെ മനസ്സിൽ കിബിറ് കൂടിയാൽ
അതാ പടച്ചവന്റെ പൊരുത്തമല്ലാത്ത ചിന്ത വന്നാൽ അദ്ദേഹത്തിന്റെ പള്ളി നിർമ്മാണത്തിന്റെ മുഴുവൻ ഫലങ്ങളും നഷ്ടപ്പെട്ടു പോയി. അല്ലാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടിയാകണം ഏത് പ്രവൃത്തിയും. ചങ്കൂറ്റത്തോടെ ആ മുതലാളി അവിടെ ഇരിക്കുമ്പോ മുതലാളിയുടെ മദ്ഹ് പറഞ്ഞതിനെ വിമർശിച്ചുകൊണ്ട് സംസാരിക്കുന്നതിന് ഖുതുബിത്തങ്ങൾക്കൊരു മടിയുണ്ടായില്ല. അതാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിലെ മുൻഗാമികളായ പണ്ഡിതന്മാർ. ഓ സുഹൃത്തുക്കളെ, ആ മഹാനായ ശംസുൽ ഉലമ ഖുതുബി മുഹമ്മദ് മുസ്ലിയാർ അവറുകൾ വലിയ ഇൽമിന്റെ ബഹ്റായിരുന്നു, വലിയ കറാമത്തുള്ള ആളായിരുന്നു. ആ മഹാനായ ശംസുൽ ഉലമ ഖുതുബി മുഹമ്മദ് മുസ്ലിയാർ അവറുകളുടെ ശിഷ്യന്റെ ശിഷ്യനാണ് ഞാൻ. ഞാനൊരു പണ്ഡിതനല്ല, ഞാൻ അലിമീങ്ങളെ ഖാദിമാണ്. ഇൽമിന് ഖിദ്മത്ത് ചെയ്യലിന്റെ ഏറ്റവും വലിയ താല്പര്യമാണ്. ആ നിലക്ക് നമ്മുടെ കടപ്പാട് വീട്ടാനാണ് വഅദും പ്രസംഗവും സംഘടനയും സ്ഥാപനമൊക്കെ നടത്തുന്നത്. അതിനു വേണ്ടിയാ. അതിനെന്ത് വേണം? അതിനേറ്റവും നന്നായി വേണ്ടത് വനിയത്തുൻ വൽ ഖൗലു സുമ്മൽ അമലു ബിഗൈരി വഫ്ഖി സുന്നത്തിൽ ലാ തുക്മലു. ഏത് വാക്ക് പറയുമ്പോഴും, ഏത് നിയ്യത്ത് ചെയ്യുമ്പോഴും, ഏത് പ്രവൃത്തി ചെയ്യുമ്പോഴും സുന്നത്ത് ജമാഅത്തനുസരിച്ചാകണം, അല്ലെങ്കിൽ അത് പൂർണ്ണമല്ല. ഹബീബ് നബി നിങ്ങൾ പറഞ്ഞില്ലേ, സുന്നത്ത് ജമാഅത്തിലേക്ക് വരാതെ ലാ യഖ്ബലുല്ലാഹു മിൻഹു സലാതൻ, ഒരു നിസ്കാരവും അല്ലാഹു സ്വീകരിക്കൂല, ഒരു നോമ്പും സ്വീകരിക്കൂല, ഒരമലും അല്ലാഹു സ്വീകരിക്കൂല. സുന്നത്ത് ജമാഅത്തുകാരനായാൽ മാത്രമേ അല്ലാഹു അമൽ സ്വീകരിക്കുകയുള്ളൂ. അതുകൊണ്ട് സുന്നത്ത് ജമാഅത്ത് മനസ്സിലാക്കണം. من لم يكن يعلم ذا فليسألي من لم يجد معلما فليرحلي. അതുകൊണ്ട് നീ എന്ത് വേണം? അറിയില്ലെങ്കിൽ ആലിമീങ്ങളോട് ചോദിച്ച് പഠിക്കണം. നിനക്ക് പഠിപ്പിക്കാൻ ഒരു ആലിമിനെയും കിട്ടുന്നില്ലെങ്കിൽ പഠിക്കാൻ വേണ്ടി നീ യാത്ര തിരിക്കണം. വതാഅതും മിമ്മൻ ഹറാമൻ യകുലു മിസ്ലുൽ ബിനാഇ ഫൗഖ മൗജി യുജഅലു. നീ ഒരു കാര്യം ആലോചിക്കണം, തിന്നുന്നത് ഹലാലായിരിക്കണം. ഹറാമായ ഭക്ഷണം കഴിച്ചിട്ട് നീ കുറെ അമല് ചെയ്താലോ, നീ ദുആ നടത്തിയാലോ, കടലിലെ തിരമാലകളെ മേലെ ബിൽഡിംഗ് ഉണ്ടാക്കിയാൽ എങ്ങനെയുണ്ടാകും? അതുപോലെ ആ ബിൽഡിംഗ് പൊളിയുന്നത് പോലെ അതാ അതിൻ്റെ അമല് പൊളിഞ്ഞു പോയി. സുഹൃത്തുക്കളെ, ഇഖ്ലാസ് വേണം. ചെയ്യുന്നതെല്ലാം സുന്നത്ത് ജമാഅത്തിന്റെ ആശയത്തിലായിരിക്കണം. മഹാനായ ഖുതുബി മുഹമ്മദ് മുസ്ലിയാർ അവറുകൾ, മഹാനവറുകളെ സമീപത്തേക്ക് രണ്ടാളുകൾ വന്നു. അവർ രണ്ടുപേരും ബഹുമാനപ്പെട്ട ഖുതുബി തങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ട ആളുകളാണ്. അവർ രണ്ടാളും വന്നു. മഹാനായ ഖുതുബി തങ്ങളുടെ ചരിത്രത്തിൽ നമുക്ക് കാണാം. വന്നിട്ട് മഹാനായ ശംസുൽ ഉലമ ഖുതുബി മുഹമ്മദ് മുസ്ലിയാർ അവരുടെ അടുത്ത് വരുമ്പോൾ വേറെ ഒരാളും കൂടി കൂടെയുണ്ട്. അങ്ങനെ മൂന്നാളുകൾ കൂടിയാണ് വരുന്നത്. വരാൻ എന്താണ് കാരണം? സുബ്ഹാനല്ലാഹ്, ഖുതുബി മുഹമ്മദ് മുസ്ലിയാരെ സമീപത്ത് വരാൻ കാരണം അതേ നിങ്ങൾക്ക് കാണാം, ചരിത്രത്തിൽ കാണാം. വരാനുള്ള കാരണം മണപ്പുറത്ത് കോയട്ടി ഹാജി നല്ലൊരു വ്യവസായ, സുന്നത്ത് ജമാഅത്തിന്റെ നല്ല ധീരനായ പ്രവർത്തകനാ. അദ്ദേഹത്തിന് തബ്ലീഗ് ജമാഅത്തിന്റെ രോഗം ബാധിച്ചു. അങ്ങനെ അദ്ദേഹം തബ്ലീഗ് ജമാഅത്തിന്റെ രോഗം ബാധിച്ച് അന്ന് തബ്ലീഗ് ജമാഅത്തിന്റെ പ്രശ്നങ്ങളൊന്നും ആളുകൾക്ക് അറിയില്ല. അങ്ങനത്തെ കാലം സുന്നത്ത് ജമാഅത്തിന്റെ ആളുകൾക്ക് അറിയില്ല. ഇപ്പോഴത്തെ പോലെയല്ല. ഇപ്പൊ തലശ്ശേരി പോയി നോക്കിയാൽ അറിയാം. തലശ്ശേരി സ്റ്റേഡിയം പള്ളി തബ്ലീഗുകാർ നടത്തുന്ന പള്ളിയാണ്. ഖുതുബ മലയാളത്തിലാണ്. എല്ലാവരും ജുമയും ബാത്തിലാക്കുകയാണ്. പിന്നെന്ത് ദീന? വെള്ളിയാഴ്ച ജുമയും ബാത്തിലാക്കിയിട്ട് എന്ത് ദീന? അപ്പോ അന്ന് അങ്ങനെയൊന്നുമില്ല.
ആ കാലഘട്ടത്തിലാണ്. സുബ്ഹാനല്ലാഹ്. അങ്ങനെ കാഞ്ഞാറ് മൂസ മൗലവി എന്ന് പറഞ്ഞ തബ്ലീഗ് ജമാഅത്തിന്റെ നേതാവുണ്ട്. കോയോട്ടി ഹാജി ഇങ്ങനെ ചുറ്റാൻ പോകണ്ടായിരുന്നു. ഒരു ദിവസം കാഞ്ഞാറ് വന്നപ്പോ മൂപ്പര പാർട്ട്ണറാണ് എൻ അഹമ്മദ് ഹാജി. അദ്ദേഹത്തെയും കൂടി ക്ഷണിച്ചു, തബ്ലീഗിന് പോകാൻ ക്ഷണിച്ചു. അങ്ങനെ ക്ഷണിച്ചപ്പോ എൻ അഹമ്മദ് ഹാജി പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യും, നമ്മൾ സാധാരണക്കാരല്ലേ, നമ്മൾ ബിസിനസ്സുകാരാണ്, അതുകൊണ്ട് ദീന്റെ കാര്യം നമുക്ക് അറിഞ്ഞൂടല്ലോ, നമ്മളൊരു ആലിമിനോട് ചോദിക്കണം, അതിന് പറ്റുന്ന ആലിമാണ് ശംസുൽ ഉലമ ഖുതുബി മുഹമ്മദ് മുസ്ലിയാർ, ഖുതുബി തങ്ങളോട് ചോദിച്ചിട്ട് പറയും പോലെ ചെയ്യാം. അങ്ങനെ ആയിക്കോട്ടെ. അപ്പൊ കാഞ്ഞാരും പറഞ്ഞു, എന്ത് ആലിമീങ്ങളെ സന്ദർശിക്കാനുള്ള തബ്ലീഗിന്റെ പരിപാടി പെട്ടത് നമ്മൾ പോകാന്ന്. അങ്ങനെ ഖുതുബി തങ്ങളെടുത്ത് വന്ന്, ചൊക്ലിയിലാണ് വീട്, ഇപ്പോഴും മഖ്ബറ ചൊക്ലിയിലാണ്. വീട്ടിൻ്റെ അടുത്ത് വന്ന് ബഹുമാനപ്പെട്ട ഖുതുബി തങ്ങളെ കണ്ട് അഹമ്മദ് ഹാജിയും കോട്ടി ഹാജിയും ഖുതുബിയുടെ പരിചയക്കാരാണല്ലോ. മൂപ്പര് വെച്ച് അതാരാന്ന് ചോദിച്ചു, വേറൊരാളെ കൊണ്ട്, കൂടുതലുള്ള ആളെ കൊണ്ട്. അപ്പൊ പറഞ്ഞ് അത് തബ്ലീഗ് നേതാവ് കാഞ്ഞാറ് മൂസ മൗലവിയാണ്. ഉടനെ ഖുതുബി മുഹമ്മദ് മുസ്ലിയാർ അവറുകൾ ചോദിച്ചു, തബ്ലീഗോ? നീ എന്തെല്ലാം കിതാബ ഓതിയത് എന്ന് ചോദിച്ചു. ഇൽമില്ലാതെ ദീന് നടത്താൻ പറ്റൂലല്ലോ. അപ്പൊ ചോദിച്ചു, എന്തെല്ലാം കിതാബ ഓതിയത്? അപ്പൊ പരിങ്ങിയ സ്വരത്തിൽ മൂസ മൗലവി പറഞ്ഞ്, കിതാബുകളൊന്നും ഓതിയിട്ടില്ല. ഞാൻ കിതാബുകളൊന്നും ഓതിയിട്ടില്ല. ഉടനെ ഖുതുബി തങ്ങൾ, കിതാബുകളൊന്നും ഓതാത്ത നീയാണോ ദീനിന്റെ തബ്ലീഗ് നടത്തുന്നത്? അതിനെന്താ അധികാരം? തബ്ലീഗ് അമ്പിയാക്കളുടെ സിഫത്താണ്. അമ്പിയാക്കൾക്ക് 4 സിഫത്തുണ്ട്. അതിൽ ഒരു സിഫത്താണ് ഫവാജിബുല്ലി ഹഖിഹിമുല്ലാമാന വസിദ്ഖുഹും വാദിഫ് ലഹുൽ ഫാത്താന വമിസ്ലു ദാ തബ്ലീഗുഹും ലിമാ അതൗ വയസ്തഹീലു ദിദ്ദുഹാ കമാ റവൗ. അമ്പിയാക്കൾ സത്യസന്ധന്മാരാകും, അവർ കളവ് പറയാത്തവരാകും. അതുപോലെ തന്നെ അവർക്ക് അല്ലാഹു തആല ഏൽപ്പിച്ച ഉത്തരവാദിത്തമനുസരിച്ച് ജനങ്ങളെ പഠിപ്പിക്കേണ്ടത് പഠിപ്പിക്കുന്നവരായിരിക്കും, വലിയ ബുദ്ധികൂർമ്മതയുള്ളവരായിരിക്കും. ഈ 4 കാര്യം അമ്പിയാക്കൾക്ക് നിർബന്ധമായ സിഫത്താണ്. അപ്പൊ അമ്പിയാക്കളുടെ സിഫത്തല്ലേ അത്? അമ്പിയാക്കൾ വിവരമുള്ളവരല്ലേ? ജിബ്രീൽ അലൈഹിസ്സലാമിൽ വഹി കിട്ടി, വിവരം കിട്ടിയിട്ടല്ലേ അമ്പിയാക്കൾ തബ്ലീഗിന് ഇറങ്ങുന്നത്? വിവരമില്ലാത്ത കിതാബ് ഓതാത്ത നിങ്ങളെങ്ങനെ തബ്ലീഗിന് ഇറങ്ങാന്ന് ചോദിച്ചു. എന്നിട്ട് മഹാനവറുകൾ പറഞ്ഞു, ജാഹിലിയായ നീയാണോ തബ്ലീഗുമായി നടക്കുന്നത്? ഇത് ദീനിന്റെ തബ്ലീഗല്ല, ശൈത്താന്റെ പണിയായിരിക്കും. ഇവനോടൊപ്പമാ നിങ്ങൾ രണ്ടാളും പോകുന്നത് ചോദിച്ചു. എൻ അഹമ്മദ് ഹാജിയോടും കോട്ടി ഹാജിയോടും ചോദിച്ചു. സുബ്ഹാനല്ലാഹ്. അവരതോടുകൂടി അത് നിർത്തി. ഉടനെ മഹാനവറുകൾ ചെയ്തതെന്താണെന്നറിയോ? ബഹുമാനപ്പെട്ട എൻ അഹമ്മദ് ഹാജി പറഞ്ഞു, ഞാൻ പോകാറില്ല, കോട്ടി ഹാജി ചിലപ്പോൾ പോയിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. ഇന്ന് എന്നെ ക്ഷണിച്ചപ്പോൾ ഞാൻ നിങ്ങളെടുത്ത് വന്ന് ചോദിക്കാൻ വേണ്ടി കൂട്ടിക്കൊണ്ടുവന്നതാണ്. അപ്പൊ പറഞ്ഞു, സൂക്ഷിക്കണം കേട്ടോ, അതുപോലെ പലതും വരും. അതിനാൽ ചോദിക്കാതെ ആലിമീങ്ങളെ സമ്മതമില്ലാതെ പെട്ടുപോകരുത് കേട്ടോ. പറഞ്ഞത് അതിലൊന്നും പോയി ചാടരുത് എന്നാണ്. ഇരിക്കട്ടെ സഹോദരന്മാരെ. അതോടുകൂടി രണ്ടാളും അവിടെ നിർത്തിവെച്ചു. മഹാനായ എൻ അഹമ്മദ് ഹാജി 1964 അതേ തബ്ലീഗ് ജമാഅത്തിനെ സംബന്ധിച്ചൊരു തീരുമാനമെടുക്കാൻ അന്നത്തെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയിൽ അതാ അറിയിപ്പ് കൊടുത്തു. നിങ്ങളതിനെപ്പറ്റി പഠിച്ചിട്ട് തീരുമാനമെടുക്കണം എന്ന നിലക്ക്. നിങ്ങൾക്ക് കാണാം 1985 പ്രസിദ്ധീകരിച്ച സമസ്തയുടെ സ്മരണികയിൽ നിങ്ങൾക്ക് കാണാം, അതിൻ്റെ 58-ാമത്തെ പേജിൽ തീരുമാനവും അതുപോലെ കത്തും കാണാം. കത്ത് ആരുടേതാണ്? ബഹുമാനപ്പെട്ട ഖുതുബി മുഹമ്മദ് മുസ്ലിയാർ അവരുടെ കത്താണ്. എന്താണ് ആ കത്തിൽ പറയുന്ന വിഷയം? തബ്ലീഗ് ജമാഅത്തിനെ സംബന്ധിച്ച് പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങൾ പരിശോധിച്ച് ഉടനെ തീരുമാനമെടുക്കണം. സുബ്ഹാനല്ലാഹ്.
ആ കത്ത് ഇതിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. 28/8/65 കൊടുത്ത കത്ത്. ഈ കാസർഗോഡ് 1963 സമസ്ത കേരള ജമിയത്തിനുവേണ്ടി ഒരു സമ്മേളനം നടന്നിരുന്നു. അത് ഡിസംബർ മാസത്തിലായിരുന്നു. ഡിസംബർ 27, 28, 29 തീയതികളിലാണ് സമസ്തയുടെ സമ്മേളനം നടന്നത്. അന്ന് 29ാമത്തെ സമാപന സമ്മേളനമായിരുന്നു. ഡിസംബർ 29. ഇതൊരു ഡിസംബറാ. ആ ഡിസംബർ 29, 60 കൊല്ലം മുമ്പ്, അന്ന് ആ സമ്മേളനത്തിൽ വെച്ചാണ് ഇന്ന് നമ്മൾ ഉയർത്തിപ്പിടിക്കുന്ന സമസ്തയുടെ കൊടി ആ 63-ൽ 60 കൊല്ലം മുമ്പ് അംഗീകരിച്ച സമസ്തയുടെ കൊടിയാണ്. അതാണ് ഇപ്പോൾ നമ്മുടെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയും SYS ഒക്കെ ഉപയോഗിക്കുന്ന കൊടി. ഇൻഷാ അല്ലാഹ് അതേ 29-ന് ആ കൊടി ഇൻഷാ അല്ലാഹ് ഈ വർഷം തളങ്കരയിൽ നിന്ന് സിയാറത്തൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഇൻഷാ അല്ലാഹ് അവിടെ ചട്ടഞ്ചാലിൽ വെച്ച് അന്ന് 60 കൊല്ലം മുമ്പ് ഇവിടെ സമസ്ത അംഗീകരിച്ച കൊടി ഒരു മാറ്റവും ഇല്ലാതെ അവിടെ ഉയർത്തപ്പെടും. ആ പരിപാടിക്ക് നിങ്ങളൊക്കെ വരുമല്ലോ, അവിടെ ഞാനിപ്പോൾ വിശദീകരിക്കുന്നില്ല. 29-ന് ഇൻഷാ അല്ലാഹ് രാത്രിയിലൊരു വഅദും പറയാനുണ്ട്. അതും ഇൻഷാ അല്ലാഹ് പറയാം. പിറ്റേന്ന് സമ്മേളനം ആണല്ലോ. ഇരിക്കട്ടെ സുഹൃത്തുക്കളെ, അങ്ങനെ അന്ന് ഈ കത്ത് കൊടുത്തു. ബഹുമാനപ്പെട്ട ആലിമീങ്ങൾ യോഗം ചേർന്നു. അതാണ് അന്നത്തെ യോഗത്തിലെ 29/8/65 കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാരുടെ അധ്യക്ഷതയിൽ ചേർന്ന മുശാവറയുടെ തീരുമാനം. അതിൽ നമുക്ക് കാണാം എന്താണ് 6ാമത്തെ തീരുമാനം. തബ്ലീഗ് ജമാഅത്തിനെ പറ്റി ആലോചിച്ച് അടുത്ത മുശാവറക്ക് റിപ്പോർട്ട് സമർപ്പിക്കാൻ താഴെ പറയുന്ന കമ്മിറ്റിയെ തിരഞ്ഞെടുത്തു. 1 കോട്ടുമല അബൂബക്കർ മുസ്ലിയാർ, 2 കുഞ്ഞിക്കോയ തങ്ങൾ ഉള്ളാൾ, അതാണ് താജുൽ ഉലമ, 3 പി ഇബ്രാഹിം മുസ്ലിയാർ അയനിക്കാട്, 4 വാണിയമ്പലം അബ്ദുറഹ്മാൻ മുസ്ലിയാർ, 5 കൊല്ലോളി അബ്ദുൽ ഖാദർ മുസ്ലിയാർ കൺവീനർ. അങ്ങനെ തീരുമാനമെടുക്കാൻ വേണ്ടി പണ്ഡിതന്മാരെ പഠിക്കാൻ ഏൽപ്പിച്ചു. ഇനി 7 സമസ്ത തീരുമാനത്തിലെത്തുന്നത് വരെ, അടുത്ത തീരുമാനം സമസ്ത തീരുമാനത്തിലെത്തുന്നത് വരെ തബ്ലീഗ് ജമാഅത്തുമായി സഹകരിച്ചുകൊണ്ട് യാതൊന്നും പ്രവർത്തിക്കരുതെന്ന് കീഴ്ഘടകങ്ങൾക്ക് നിർദ്ദേശം നൽകാൻ തീരുമാനിച്ചു. ആലിമീങ്ങൾ പഠിക്കട്ടെ, പുസ്തകങ്ങൾ പരിശോധിച്ച് പഠിക്കട്ടെ, എന്നിട്ടല്ലാതെ ആരും ബന്ധപ്പെടരുത്. 29/6/65 ചേർന്ന മുശാവറ തബ്ലീഗ് ജമാഅത്തിനെ പറ്റി തീരുമാനമെടുക്കണമെന്ന് 28/8/65 ഖുത്ബി മുഹമ്മദ് മുസ്ലിയാർ പ്രത്യേകം കത്തെഴുതിയിരുന്നു. ആ കത്തിവിടെ ഇതിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അങ്ങനെ അതാ 16/10/65 ബഹുകണ്യത്ത് അഹമ്മദ് മുസ്ലിയാരുടെ അധ്യക്ഷതയിൽ ചേർന്ന മുശാവറ തീരുമാനം. 1. കഴിഞ്ഞ യോഗത്തിൽ തബ്ലീഗ് ജമാഅത്തിനെ പറ്റി പരിശോധിക്കാൻ നിയമിച്ച സബ് കമ്മിറ്റി ഈ യോഗത്തിൽ സമർപ്പിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അതിൽ ഉൾക്കൊള്ളുന്ന വിഷയങ്ങളെപ്പറ്റി ഗാഢമായി അവരുടെ ഗ്രന്ഥങ്ങൾ വഴി ചിന്തിക്കുകയും ആലോചിക്കുകയും ചെയ്തതിൽ തബ്ലീഗ് ജമാഅത്തിന്റെ തത്വങ്ങൾ മുബ്തദികളുടെ അഥവാ പുത്തൻ പ്രസ്ഥാനക്കാരുടെ തത്വങ്ങളാണെന്ന് ബോധ്യപ്പെടുകയാൽ തബ്ലീഗ് ജമാഅത്ത് മുബ്തദികളുടെ ജമാഅത്താണെന്ന് ഈ യോഗം തീരുമാനിക്കുന്നു. ആ തീരുമാനം ഉള്ള ആ യോഗത്തിലെ റിപ്പോർട്ടിന്റെ താഴെ ബഹുമാനപ്പെട്ട KK സദഖത്തുൽ മുസ്ലിയാർ അവറുകളാണ് ഒപ്പുവെച്ചിരിക്കുന്നതെന്നും ഇതിൽ നമുക്ക് കാണാം. സുഹൃത്തുക്കളെ, അങ്ങനെ ബഹർ പോലത്തെ വലിയ വലിയ ആലിമീങ്ങള് അവര് തബ്ലീഗ് ജമാഅത്ത് പിഴച്ച പാർട്ടിയാണെന്ന് തീരുമാനമെടുത്തു. അതുകൊണ്ടാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ, അത് ഏത് സമസ്തയാണെങ്കിലും ശരി, തബ്ലീഗ് ജമാഅത്തുമായി അവർക്ക് ബന്ധമില്ലെന്ന് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നതും അതിൽ പെട്ടുപോകരുതെന്ന് ആലിമീങ്ങൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നതും. അതിനാൽ മുസ്ലിമീങ്ങളോട് പറയട്ടെ, ആലിമീങ്ങൾ ഏത് കാലത്തും അവരെ കർത്തവ്യം നിർവഹിച്ചിട്ടുണ്ട്, അവര് നിർവഹിച്ചുകൊണ്ടേയിരിക്കും. ലാ തസാലു ത്വായിഫത്തും മിൻ ഉമ്മത്തി ളാഹിരീന അലൽ ഹഖ്, സത്യത്തിന്റെ മേൽ വിജയം കൈവരിച്ചു മുന്നോട്ട് പോകുന്നൊരു സമൂഹം ഖിയാമത്ത് നാൾ വരെ ഉണ്ടാകുമെന്ന് നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. വഹും അഹ്ലുൽ ഇൽമി, അത് ഇൽമിന്റെ ആൾക്കാരാണ്, ആലിമീങ്ങളാണ് കേട്ടോ.
ആലിമീങ്ങൾക്ക് നല്ല സധൈര്യം നേതൃത്വം കൊടുത്ത തുല്യതയില്ലാത്ത സയ്യിദും ആലിമുമാണ് ബഹുമാനപ്പെട്ട സയ്യിദ് താജുൽ ഉലമാ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. അവരെ അനുസ്മരിക്കുന്ന പരിപാടി, അവരെ ആദരിക്കുന്ന പരിപാടി, അവരെ ഖാദിമിനെ ആദരിക്കുന്ന പരിപാടി അൽഹംദുലില്ലാഹ് നല്ല ബർക്കത്തുള്ള പരിപാടിയാണ്. അല്ലാഹു തആല കരീമാജിക്കും ഈ നാട്ടുകാർക്കും ഈ കുടുംബത്തിനും അതുപോലെ അദ്ദേഹം ബന്ധപ്പെടുന്ന സുന്നത്ത് ജമാഅത്തിന്റെ എല്ലാ സംഘടനാ പ്രവർത്തകർക്കും നമുക്കും എല്ലാ ഖൈറും വർദ്ധിപ്പിച്ച് തെരുമാറാകട്ടെ. അതാണ് ആലിമീങ്ങളെ കർത്തവ്യം, അവർ നിർവഹിക്കണം. അപ്പോൾ അള്ളാഹുവിൻ്റെ ദീനിന് അള്ളാഹിൻ്റെ സഹായം ഉണ്ടാവും. ഇൻഷാ അല്ലാഹ് അതിൻ്റെ ബാക്കി ഭാഗങ്ങൾ നമുക്ക് ഇൻഷാ അല്ലാഹ് 29-ാം തീയതി ചട്ടഞ്ചാലിൽ വയത് പറയുമ്പോൾ പറയാം. എല്ലാവരെയും അതിന് ക്ഷണിച്ചുകൊണ്ട്, സമ്മേളനത്തിന് പിന്നെ ഞാൻ ക്ഷണിക്കണ്ടല്ലോ, പ്രഖ്യാപന സമ്മേളനത്തിന് എല്ലാവരും വരുമല്ലോ, എല്ലാവരെയും ക്ഷണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. വണ്ടിൻ്റെ സമയമായി എന്നാണ് അയാൾ അവിടെ നിന്ന് അതിൻ്റെ മാന റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും അള്ളാഹു പൊരുത്തപ്പെട്ട മുഅ്മിനീങ്ങളിൽ പെടുത്തി തരട്ടെ. റബ്ബന ആതിനാ ഫിദ് ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അർഹമർ റഹീമിനായ റബ്ബേ, സാധുക്കളായ ഞങ്ങളുടെ ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെയോ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ വന്നെങ്കിൽ മാപ്പാക്കണം റഹ്മാനേ. കൃത്യമായി ഈമാനോടെ തഖ്വയോടെ ജീവിക്കാനുള്ള ഭാഗ്യം തരണം റഹ്മാനെ. ഞങ്ങളിൽ ആർക്കെന്ത് ഖൈറായ ഉദ്ദേശങ്ങളുണ്ടോ നീ നിറവേറ്റണം റഹ്മാനെ. ഞങ്ങളിൽ ആർക്കെന്ത് മുസീബത്തുകളുണ്ടോ നീ തട്ടിക്കളയണം റഹ്മാനെ. ഞങ്ങളുടെ മനസ്സിനാലട്ടുന്ന പല പ്രശ്നങ്ങളും ഞങ്ങൾക്കുണ്ട്, നിനക്കതറിയാം. അത് നീ പെട്ടെന്ന് തന്നെ പരിഹാരം തരണം റഹ്മാനെ. പെട്ടെന്ന് പരിഹാരം തരണം റഹ്മാനേ. ഞങ്ങളിൽ ഗർഭിണികളുണ്ട്, നീ അവർക്ക് സുഖപ്രസവത്തിൽ ഖൈറായ മക്കളെ നൽകണം റഹ്മാനേ. മക്കളില്ലാത്തവരുണ്ട്, ഖൈറായ കുട്ടികളെ നൽകണം റഹ്മാനേ. കടമുള്ളവരുണ്ട്, നീ വീട്ടിൽ തരണം റഹ്മാനേ. രോഗമുള്ളവരുണ്ട്, നീ ശിഫ നൽകണം റഹ്മാനേ. ഞങ്ങളെ പള്ളംകൂടടക്കം ഞങ്ങളെ പ്രിയപ്പെട്ട പ്രവർത്തകന്മാർ, നേതാക്കൾ, ഞങ്ങൾ ആർക്കെന്ത് ചെറുത് വലുത് രോഗമുണ്ടോ, ഞങ്ങൾക്കെന്ത് രോഗമുണ്ടോ നീ ശിഫ നൽകണം റഹ്മാനേ. ഞങ്ങൾ ആരെയും രോഗത്തിൽ വലക്കരുത് റഹ്മാനേ. കൊറോണ കൊണ്ട് ഞങ്ങളേരിയും നീ പരീക്ഷിക്കരുത് റഹ്മാനേ. നീ കാരുണ്യം ചെയ്യണം റഹ്മാനേ. ഒരു പരീക്ഷണവും കൊണ്ട് ഞങ്ങളെ നീ പരീക്ഷിക്കരുത് റഹ്മാനേ. അള്ളാഹുവെ, ജീവിക്കുന്ന കാലത്തോളം ഇസ്സത്തോടെ ആഫിയത്തോടെ തഖ്വയോടെ ജീവിപ്പിച്ച് അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ചൊല്ലി ആഖിബത്ത് നന്നാക്കി മരിപ്പിക്കണം റഹ്മാനേ. അറിവില്ലാതെ പല തെറ്റായ ആശയങ്ങളിലും പെട്ടുപോകുന്ന ജനങ്ങളുണ്ട്. തബ്ലീഗ് ജമാഅത്തിൽ തന്നെ പെട്ടുപോയ പലരും അറിവില്ലാതെ പെട്ടുപോയവരാണ്. അതുപോലെ പുത്തൻവാദങ്ങളിൽ പെട്ട പലരും അറിവില്ലാതെ പെട്ടുപോയവരാണ്. അതുപോലെ അറിവ് കേടുകൊണ്ട് അതാ പല തെറ്റും ചെയ്യുന്ന മുസ്ലിമീങ്ങളുണ്ട്. അള്ളാഹുവേ, എല്ലാവർക്കും നീ ഹിദായത്തിന്റെ വെളിച്ചം നൽകണേ അല്ലാ. എല്ലാവരെയും ഹഖിലേക്ക് എത്തിക്കണേ അല്ലാ. തഖ്വയിലേക്ക് എത്തിക്കണേ അല്ലാ. അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ചൊല്ലി ആഖിബത്ത് നന്നാക്കി ഞങ്ങളെ നീ മരിപ്പിക്കണേ അല്ലാ. ഇന്ന് മരണപ്പെട്ടു പോയ പ്രിയപ്പെട്ട ഇബ്രാഹിം അടക്കം മരിച്ചുപോയ എല്ലാ മുഅ്മിനീങ്ങൾക്കും, ഞങ്ങളെ ഉമ്മബാപ്പമാർ, ഉസ്താദുമാര്, ശിഷ്യന്മാര്, സ്നേഹിച്ച ജനങ്ങൾ ആരൊക്കെ മരിച്ചു പോയിട്ടുണ്ടോ, ഞങ്ങളെ ബന്ധത്തിൽ നിന്ന്, കരീമാജിയുടെ ബന്ധത്തിൽ നിന്ന്, സുന്നത്ത് ജമാഅത്തിന്റെ ഖാദിമീങ്ങൾ പ്രവർത്തകരെ ബന്ധത്തിൽ നിന്ന് ആര് മരിച്ചു പോയവരുണ്ട്, എല്ലാവരെ ഖബറിലും നീ സന്തോഷം നൽകണേ അല്ലാ. മഹാനായ കണ്യത്ത് ഉസ്താദിന്റെ അധ്യക്ഷതയിൽ അതേ കോട്ടുമല അബൂബക്കർ മുസ്ലിയാർ അവറുകളും വാണിയമ്പലം അബ്ദുറഹ്മാൻ മുസ്ലിയാർ അവറുകളും താജുൽ ഉലമയൊക്കെ കൂടിയിട്ട് അവർ നന്നായി പരിശോധിച്ച് തബ്ലീഗ് ജമാഅത്ത് പിഴച്ചതാണെന്ന് നിങ്ങൾക്ക് തീരുമാനമെടുത്തു തന്നു. അവരൊക്കെ ഖബറിലാണ് അല്ലാ. അവരെ ഖബറിൽ നീ സന്തോഷം നൽകണേ അല്ലാ. അവരെ ഞങ്ങളെയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين. എല്ലാവരോടും ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുന്നു. പോകാൻ തിരക്കുള്ളതുകൊണ്ട് വേഗം പോകാൻ സൗകര്യം ചെയ്തു തരണം. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.